കഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ കഷ്ടപ്പെടുന്നവരെ കാണുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതാണ് നമ്മൾ തുടരുന്നതും. കഴിഞ്ഞ 4 മാസമായി പെൻഷൻ നൽകാത്ത സർക്കാർ PSC അംഗങ്ങളുടെ ശമ്പളവും KV തോമസിന്റെ യാത്രാഭത്തയും വർദ്ധിപ്പിച്ചതിൽ കടുത്ത നിരാശയിലാണ് പാലക്കാട്ടെ പെൻഷൻകാർ. മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ ഏതൊരു ആവശ്യത്തിനും പെൻഷൻ തുകയെ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. മാസങ്ങളായി വിധവാ പെൻഷൻ മുടങ്ങിയവരും പാലക്കാട് ജില്ലയിലുണ്ട്. അവരെ ഒന്ന് കേൾക്കൂ ആദ്യം. ഈ മാസം കൂടി 4 മാസം ബാക്കിയുണ്ട്. ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിൽ പോക്ക്, വരുമാനമൊന്നുമില്ല. ഞാൻ PSCക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ശമ്പളം കൂട്ടിയതും DA ഞാൻ അറിഞ്ഞു. അവർക്കെല്ലാം ശമ്പളം വാരി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ. അവർ തന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വരുമാനത്തിലാണ് ഇങ്ങനെ ഉരുണ്ട് പോണത്. മരുന്ന് തന്നെ 1200 രൂപ ഒരു മാസം മരുന്നിന് തന്നെ വേണം. നമ്മൾ ഇനി എന്താ വേണം, അത് മുടങ്ങാതെ കിട്ടിയാൽ മതിയെന്നേ പറയാനുള്ളൂ. കാര്യമായിട്ടുള്ള വരുമാനമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വീടുകളിൽ കൊടുത്തിട്ടാണ്. 2 മക്കളുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ്. അതിപ്പോൾ പെൻഡിങ് ആയതാണ് കഷ്ടമായത്. ഇടയ്ക്ക് ഒരു 8 മാസത്തേക്ക് ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ഇപ്പോൾ ഒരു 3 മാസത്തേക്ക് പെൻഡിങ് ഇപ്പോഴും ഉണ്ട്. എന്നെമാരുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വല്ലതും കിട്ടിയപ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നുമില്ല. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, നമ്മൾ കേട്ട ഈ മനുഷ്യരുടെയൊക്കെ ജീവിത മാർഗമാണ് ഈ പറയുന്ന പെൻഷനൊക്കെ. പക്ഷേ അത് മുടങ്ങിക്കിടക്കുമ്പോൾ ഇവർ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. അതും ഈ നിലവിൽ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലേ? രോഷ്നി, അതായത് പാലക്കാട് ജില്ലയിലെ രാമനാഥപുരം നഗറിൽ ഒരൊറ്റ ലൈനിൽ കയറിയപ്പോഴാണ് എനിക്ക് ഈ 4-ലധികം ഈ പെൻഷൻ മുടങ്ങിയ ആളുകളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ ഈ കൃഷ്ണനും മണിയും ചന്ദ്രൻ നായരുമെല്ലാം മാസങ്ങളായി പെൻഷൻ കിട്ടിയിട്ട് എന്നാണ് ഇന്ന് റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. 4 മാസത്തിലധികമായി ഈ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നാണ് ഈ 3 പേരും പറയുന്നത്. ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മയാണെങ്കിൽ അവരൊരു വിധവയാണ്. അവർ ഈ 4 മാസത്തിലധികമായി അവർക്കും ഈ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള മറ്റ് വരുമാന മാർഗങ്ങളിലൂടെയാണ് അവരെല്ലാം ജീവിച്ചു പോകുന്നത്. ബിന്ദു എല്ലാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി സമീപത്തെ വീടുകളിലേക്ക് കൊടുത്ത് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ രൂപകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പെൻഷൻ ആയിരുന്നു. പക്ഷേ പെൻഷൻ മുടങ്ങിയതോടുകൂടി ജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നാണ് ഈ 4 ആളുകളും നമ്മളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരാളെയും ആശ്രയിക്കാതെ തന്നെ മരുന്നിനും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചെലവുകളും ഈ പെൻഷനിലൂടെ നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പെൻഷൻ 4 മാസമായി മുടങ്ങിയിരിക്കുന്നു. പല ആളുകളിൽ നിന്നും കടം വാങ്ങിയാണ് നിലവിൽ മരുന്നും അതുപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതാണ് ഈ 4 പേരും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് സർക്കാർ തങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ പെൻഷൻ നൽകാനുള്ള തീരുമാനം സ്വീകരിക്കണം. അത്തരത്തിൽ ഒരു രൂപ പോലും കുടിശ്ശിക വെക്കാതെ ഇതെല്ലാം സർക്കാർ തീർക്കണമെന്നാണ് ഇപ്പോൾ ഈ രാമനാഥപുരത്തെ മണിയും അതുപോലെ തന്നെ കൃഷ്ണനും ഈ ചന്ദ്രൻ നായരും ബിന്ദുവും എല്ലാം ഇന്ന് റിപ്പോർട്ടർ TV-യിലൂടെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. PSC മെമ്പർമാർക്കും അതുപോലെ തന്നെ KV തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ വാരിക്കോരി തുക നൽകുമ്പോൾ തങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ പ്രവർത്തിക്കണം എന്നുൾപ്പെടെ അവർ പറഞ്ഞു വെക്കുകയാണ്. രോഷ്നി, തീർച്ചയായും ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.